ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 9, 10, 11 ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 85. ജരാസന്ധവധം രാജസൂയം. ശ്ലോകം 9. നിവാര്യ നിജപക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണസ്ത്വമേവ ജഹൃഷേ ശിരോധനുജധാരിണാ സ്വാരിണാ. ജനുസ്ത്രിതയലബ്ധയാ സതതചിന്തയാ ശുദ്ധധീസ്ത്വയാ സ പരമേകതാമധൃത യോഗിനാം ദുർലഭാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നിവാര്യ നിജ പക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണ ത്വമേവ ജഹൃഷേ ശിരോ ധനുജ ധാരിണ സ്വാരിണ ജനുസ്ത്രിതയ ലബ്ധയ സതത ചിന്തയ ശുദ്ധധീ ത്വയാ സ പരം ഏകതാം അധൃത യോഗിനാം ദുർലഭാം. അർത്ഥം: നിജപക്ഷകാൻ തൻ്റെ പക്ഷത്തുള്ള പാണ്ഡവാദികളെ നിവാര്യ തടഞ്ഞിട്ട് ത്വമേവ അങ്ങു തന്നെ ധനുജധാരിണം അസുരഹൃദയം പിളർക്കുന്ന സ്വാരീണ സ്വചക്രം കൊണ്ട് അഭിമുഖസ്യ നേരിട്ടവനായ വിദ്വേഷിണ ശത്രുവായ ശിശുപാലൻ്റെ ശിര തല ജഹൃഷേ ഹരിച്ച് മുറിച്ചു കളഞ്ഞു. ജനുസ്ത്രിതയലബ്ധയ 3 ജന്മങ്ങളിലായി കിട്ടിയ സതത ചിന്തയ നിരന്തരമായ ഭഗവാന്റെ ചിന്തയാൽ ശുദ്ധധീ ശുദ്ധാന്തകരണത്തോടു കൂടിയവനായ സ ആ ശിശുപാലൻ യോഗിനാം യോഗികൾക്ക് ദുർലഭാം കിട്ടാൻ വിഷമമായ പരം അങ്ങേയറ്റത്തെ ഏകതാം ഏകഭാവത്തെ അധൃത നേടി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. നിവാര്യ നിജ പക്ഷഗാൻ അഭിമുഖസ്യ. പക്ഷ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അഭിമുഖസ്യ എന്നുള്ളതിലെ ഭീന്ന് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അതുപോലെ ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വിദ്വേഷിണ അവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ, വിസർഗിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ ത്വമേവ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം വിദ്വേഷിണസ്ത്വമേവ അങ്ങനെ വരും. ജഹൃഷേ ശിരോ ധനുജ ധാരിണ സ്വാരിണ ജനു സ്ത്രിതയ ലബ്ധയ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സതത ചിന്തയ ശുദ്ധധീ. ഥ എന്നുള്ള അക്ഷരം അതേപോലെ ധീ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ത്വയ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വയ അങ്ങനെ വരും. സ പരം ഏകതാം അധൃത. ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യോഗിനാം ദുർലഭാം. ഭാം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നിവാര്യ നിജപക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണസ്ത്വമേവ ജഹൃഷേ ശിരോധനുജധാരിണാ സ്വാരിണ ജനുസ്ത്രിതയലബ്ധയാ സതതചിന്തയാ ശുദ്ധധീസ്ത്വയാ സ പരമേകതാമധൃത യോഗിനാം ദുർലഭാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. തതസ്സുമഹിതേ ത്വയാ ക്രതുവരേ നിരൂഢേ ജനോ യയൗ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇത്യാലപൻ ഖലസ്സതു സുയോധനോ ധുതമനഃസപഗ്നശ്രിയാ മയാർപ്പിതസഭാമുഖേ സ്ഥലജലഭ്രമാദഭ്രമീത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തതഃ സുമഹിതേ ത്വയാ ക്രതുവരേ നിരൂഢേ ജനോ യയൗ ജയതി
ധർമ്മജോ ജയതി കൃഷ്ണ ഇത്യാലപൻ ഖലഃ സ തു സുയോധനോ ധുതമനാഃ സപത്ന ശ്രിയാ മയാർപ്പിത സഭാമുഖേ സ്ഥലജലഭ്രമാത് അഭ്രമീത്. അർത്ഥം: തഥ അതിനുശേഷം, സുമഹിതേ വളരെ ശ്രേഷ്ഠമായ, ക്രതുവരെ മഹാരാജസൂയം, ത്വയാ അങ്ങയാൽ, നിരൂഢേ ശുഭമാക്കി പര്യവസാനിപ്പിച്ചപ്പോൾ, ജനാ യാഗത്തിനെത്തിയ ജനങ്ങൾ, ധർമ്മജ ധർമ്മപുത്രർ, ജയതി സർവ ഐശ്വര്യത്തോടെ വിജയിക്കുന്നു, കൃഷ്ണ കൃഷ്ണ ഭഗവാൻ, ജയതി ഉൽക്കർഷത്തോടെ ജയിക്കുന്നു, ഇതി എന്നിപ്രകാരം, ആലപൻ സ്തുതിഗാനം പാടിക്കൊണ്ട്, യയൗ തിരിച്ചുപോയി, ഖല ദുഷ്ടനായ, സ ആ, സുയോധന തു ദുര്യോധനനാകട്ടെ, സപത്നശ്രിയ ശത്രുവിൻ്റെ ഐശ്വര്യ നിമിത്തം, ധുതമന മനസ്സിളകിയവനായിട്ട്, മയാർപ്പിത സഭാമുഖേ മയനിർമ്മിതമായ സഭാതലമണ്ഡപത്തിൽ, സ്ഥലജലഭ്രമാത് സ്ഥലജലവിവേകമില്ലാതെ ഭ്രമിക്കുന്നവനായി തീർന്ന്, അഭ്രമീത് ചുറ്റിത്തിരിഞ്ഞു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തഥ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സുമഹിതേ ഒരു സാനുമതി ചേർത്ത് ചൊല്ലുമ്പോൾ തഥസുമഹിതേ ത്വയാ ക്രതുവരെ നിരൂഢേ ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജനോ യയൗ ജയതി ധർമ്മജോ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജയതി കൃഷ്ണ ഇത്യാലപൻ ഖല അവിടെയും ഇതുപോലെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സ ഒരു സാന്ന് മതി ചേർത്ത് ചൊല്ലുമ്പോൾ ഖലസ അങ്ങനെ ചൊല്ലണം. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തു സുയോധനോ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ധുതമനാ ഇവിടെ അതേപോലെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സപത്നശ്രിയ എന്നുള്ളതിന് ഒരു സാന്ന് മതി. സപത്ന എന്നുള്ളതിന് ചേർത്ത് ചൊല്ലുമ്പോൾ ധുതമനാസപത്നശ്രിയ അങ്ങനെ ചൊല്ലണം. ധുത എന്നുള്ളതിൻ്റെ ധൂന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മയാർപ്പിത സഭാമുഖേ ഭ എന്നുള്ള അക്ഷരം അതേപോലെ മുഖേ എന്നുള്ളതിൻ്റെ ഖേന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്ഥലജല ഭ്രമാത് അഭ്രമീത് നമ്മളത് ചേർത്ത് ചൊല്ലുമ്പോൾ സ്ഥലജലഭ്രമാദഭ്രമീത്. സ്ഥല എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭ്രമാത് ഭ്ര എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അഭ്രമീത് എന്നുള്ളതിൻ്റെ ഭ്ര എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തതസ്സുമഹിതേ ത്വയാ ക്രതുവരെ നിരൂഢേ ജനോ യയൗ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇത്യാലപൻ ഖലസ്സതു സുയോധനോ ധുതമനാസപത്നശ്രിയാ മയാർപ്പിത സഭാമുഖേ സ്ഥലജലഭ്രമാദഭ്രമീത്. ഇനി 11ാമത്തെ ശ്ലോകം. തദാഹസിതമുത്ഥിതം ദ്രുപദനന്ദനാ ഭീമയോരപാംഗകലയാ വിഭോ കിമപി താവദുജൃംഭയൻ ധരാഭരനിരാകൃതൗ സപതി നാമ ബീജം വപൻ ജനാർദ്ദന മരുത്പുരീനിലയ പാഹി മാം ആമയാത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദ് ഹസിതം ഉത്ഥിതം ദ്രുപദ നന്ദന ഭീമയോർ അപാംഗ കലയാ വിഭോ കിമപി താവത് ഉജൃംഭയൻ ധരാഭര നിരാകൃതൗ സപതി നാമ ബീജം വപൻ ജനാർദ്ദന മരുത്പുരീനിലയ പാഹി മാം ആമയാത്. വിഭോ അല്ലയോ പ്രഭോ, തത് അപ്പോൾ, ദ്രുപദനന്ദന ഭീമയോ പാഞ്ചാലിക്കും ഭീമസേനനും, ഹസിതം ചിരി, ഉത്ഥിതം ഉണ്ടായി, അപാംഗകലയ ചെറിയ കടക്കണ്ണോട്ടം കൊണ്ട്, താവത് കിമപി ഏതാണ്ടൊരൽപ്പം, ഉജൃംഭയൻ വലുതാക്കിയിട്ട്, ധരാഭര നിരാകൃതൗ
ഭൂഭാര നിരാകരണത്തിൽ സപതി പെട്ടെന്ന്, ബീജം വിത്ത്, വപൻ നാമ വിതച്ചിട്ട്, ജനാർദ്ദന ദുഷ്ടരെ നശിപ്പിക്കുന്ന ദേവ, മരുത്പുരീ നിലയ ഗുരുവായൂരപ്പ, ആമയാത് രോഗത്തിൽ നിന്നും, മാം എന്നെ പാഹി രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തത്, ഹസിതം, ഉത്ഥിതം, ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്രുപദ, നന്ദന, ഭീമയോർ, ഭീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അപാംഗ, കലയ, വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവിടെ നിന്ന് നിർത്തണം. ആശ്ചര്യചിഹ്നമുണ്ട്. കിമപി, താവത്, ഉജൃംഭയൻ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ധരാഭര, ധ എന്നുള്ള അക്ഷരം അതേപോലെ ഭ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിരാകൃതൗ, സപതി, നാമ, ബീജം, വപൻ, ജനാർദ്ദന, ദ എന്നുള്ളത് 2 ദ എന്നുണ്ട്. മരുത്പുരീ നിലയ, ജനാർദ്ദന എന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിർത്താം. മരുത്പുരീ നിലയ അവിടെയും ഒന്ന് നിർത്താം. പാഹി മാം ആമയാത്. തദഹസിതമുത്ഥിതം ദ്രുപദനന്ദന ഭീമയോരപാംഗകലയാ വിഭോ, കിമപി താവദുജൃംഭയൻ, ധരാഭരനിരാകൃതൗ സപതി നാമ ബീജം വപൻ, ജനാർദ്ദന മരുത്പുരീ നിലയ പാഹി മാമാമയാത്. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.